അദ്ദേഹം എന്ന വാക്കിന് സ്ത്രീലിംഗം ഉണ്ടോ എന്നുള്ളതാണ് ഒരു ആള് ചോദിച്ചിരിക്കുന്നത്. എന്നുള്ള വാക്ക് ശരിക്കും ലിംഗവ്യത്യാസം ഇല്ലാതെ ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ മലയാളത്തിൽ പലപ്പോഴും പുരുഷനെ ഉദ്ദേശിച്ച് ഉപയോഗിക്കുന്നു. നിലവിൽ അത് അദ്ദേഹം എന്നുള്ളത് പുരുഷനെ ഉദ്ദേശിച്ചാണ് ഉപയോഗിക്കുന്നെങ്കിൽ അത് രണ്ട് വിഭാഗത്തിനും ഉപയോഗിക്കാവുന്നതാണ് എന്നുള്ളതാണ് അതിനുള്ളൊരു മറുപടി. ലോകത്തെവിടെയാണെങ്കിലും മാതൃഭാഷയെ ഹൃദയത്തോട് ചേർത്തു പിടിക്കുന്നവരാണ് മലയാളി. ഡിജിറ്റൽ യുഗത്തിലും മാതൃഭാഷയെക്കുറിച്ച് ചിന്തിക്കുന്നവർ. ലോക മാതൃഭാഷാ ദിനമായ ഇന്ന് മലയാള ഭാഷയെക്കുറിച്ചുള്ള സംശയ നിവാരണത്തിന് അവസരമൊരുക്കുകയാണ് മാതൃഭൂമി. എട്ടും പൊട്ടും എന്നതിന്റെ അർത്ഥം എന്താണെന്നുള്ളതാണ്. എട്ടും പൊട്ടും എന്ന് ഒറ്റയ്ക്ക് നിൽക്കുന്ന വാക്കാണോ? അത് തന്നെയാണ്. അതൊരു പ്രയോഗമാണ്. എട്ടും തൊട്ടും തിരിയാത്ത എന്ന പ്രയോഗമാണ് ഉദ്ദേശിക്കുന്നത്. എട്ടും പൊട്ടും എന്നൊരു വാക്കില്ല. കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുന്ന ചോദ്യങ്ങൾക്ക് മാതൃഭൂമിയിലെ പത്രപ്രവർത്തകർ അപ്പോൾ തന്നെ മറുപടി നൽകും. മലയാള ഭാഷയെ സംബന്ധിച്ചിടത്തോളം ഒരു തമിഴിൽ നിന്ന് വിട്ട് സംസ്കൃതത്തിലേക്ക് വന്ന് ഇപ്പോൾ കൂടുതൽ ആംഗലേയത്തിൽ പോയി പല ഭാഷ മിക്സ് ചെയ്ത ഭാഷയാണ്. അപ്പോൾ ഇന്ന ഭാഷ ഇത് ശരിയെന്ന് നമുക്ക് പലപ്പോഴും പറയാൻ പറ്റില്ല. നമുക്ക് ആ സന്ദർഭത്തിൻ്റെ ആ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഭാഷയിൽ വരുന്ന വ്യത്യാസം ഒരു പക്ഷേ നമ്മൾ ശരിയായി മാറുകയാണ്, നമ്മൾ പറഞ്ഞ് ശീലിക്കുകയാണ്. കുറേ കാലഘട്ടത്തിൽ ഒരു വാക്ക് പറയുമ്പോൾ അത് ശരിയായി തീരുന്ന ഒരു സന്ദർഭം. അപ്പം അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് നമ്മളിവിടെ നമ്മുടെ വായനക്കാരായിട്ട് ചർച്ച ചെയ്യുന്നത്. മാതൃഭൂമി ദിനപത്രത്തിൽ നൽകിയ QR കോഡ് സ്കാൻ ചെയ്താൽ പൊതുജനങ്ങൾക്ക് സംശയങ്ങൾ ടൈപ്പ് ചെയ്യാൻ അവസരം ലഭിക്കും.